ബാലിയിൽ ഒരുപാട് സ്റ്റേസ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഹാർട്ടിൽ ശരിക്കും ഒരു സ്പെഷ്യൽ സ്പോട്ട് കിട്ടിയ ഒരു ഇടമുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഹൈഡ് ഔട്ട് ബാലി ആയിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പീസ്ഫുൾ വൈബ് ഫീൽ ചെയ്തു. വെൽക്കം ഡ്രിങ്കായി ഫ്രഷ് കോക്കനട്ട് വാട്ടറും കൂടെ ഒരു സ്മോൾ ഹാമ്പറും തന്നു. റൂം കണ്ടപ്പോൾ ഞങ്ങൾ ലിറ്ററലി സൈലന്റ് ആയി. ഒരു പ്രൈവറ്റ് വില്ല പോലെ കംപ്ലീറ്റ് ഓൺ സ്പേസ്. താഴെ ഒഴുകുന്ന റിവറിന്റെ സൗണ്ടും കാറ്റിന്റെ തണുപ്പും നേച്ചറിന്റെ ഫ്രഷ്നെസ്സും ആ വൈബൊക്കെ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഹാമ്പർ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് ഒരു ട്രഡീഷണൽ ബാലി റൈസ് കേക്ക് ആയിരുന്നു. ശരിക്കും നമ്മുടെ കേരളത്തിലെ ഇലയുടെ പോലെ. ടേസ്റ്റ് ചെയ്തപ്പോഴോ ആ സെയിം ഹോംലി ഫീൽ തന്നെ കിട്ടി. ഫുഡ് ആയിരുന്നു അവിടുത്തെ നെക്സ്റ്റ് ഹൈലൈറ്റ്. എല്ലാ സ്റ്റീലും ഞങ്ങൾ ബാലിനീസ് ഫുഡ് തന്നെയായിരുന്നു ട്രൈ ചെയ്തത്. ഹോണസ്റ്റ്ലി ദാറ്റ് വാസ് അവർ ബെസ്റ്റ് ഡിസിഷൻ. ഈവൻ സ്റ്റാഫ്സ് ഔട്ട് ദയർ വെർ വെരി ഫ്രണ്ട്ലി. പിന്നെ റൂമിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. ചെക്ക് ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങളും ഒരു സ്മോൾ നോട്ട് അവിടെ എഴുതി വെച്ചിരുന്നു. ബിക്കോസ് ദിസ് ഡേ വാസൻ ജസ്റ്റ് അബൌട്ട് ലക്ഷറി. ഇത് ശരിക്കും നേച്ചറോട് റീകണക്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബാലി ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന മെമ്മറീസിലൊന്ന്. ദിസ് പ്ലേസ് വിൽ ഓൾവേസ് സ്റ്റേ സ്പെഷ്യൽ.